ഓ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിന്ന് പഠിക്കേണ്ടത് നമ്മൾ GSTR 1 ഫയലിംഗ് ഓൺലൈൻ എങ്ങനെ ഫയൽ ചെയ്യും എന്നുള്ളത് നമ്മൾ പഠിച്ചു. സോ ഇനി നമുക്ക് പഠിക്കേണ്ടത് മന്ത്ലി ചെയ്യേണ്ടതായിട്ടുള്ള രണ്ടാമത്തെ റിട്ടേൺ ഫോം ആയിട്ടുള്ള GSTR 3B എങ്ങനെ ഓൺലൈൻ ഫയലിംഗ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഞാനിവിടെ GST സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സ്ക്രീൻ വിസിബിൾ അല്ലേ? കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീന് എല്ലാവർക്കും ഷെയർ ചെയ്തത് കാണുന്നുണ്ടെന്ന് കരുതുന്നു. സോ നമുക്ക് GSTR 3B എങ്ങനെ ഫയൽ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സർവീസസിൽ റിട്ടേൺസിൽ പോയിട്ട് റിട്ടേൺ ഡാഷ്ബോർഡ് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഏത് മാസത്തെയാണ്? ജനുവരി മാസത്തെ GSTR 1 ആണ് നമ്മൾ ഫയൽ ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ജനുവരി മാസത്തിന്റെ GSTR 3B എങ്ങനെ ഫയൽ ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ ഞാനിവിടെ ജനുവരി സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടിയിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം GSTR 1 ഫയൽഡ് ആണ്. ഇവിടെ കാണാം ഫയൽഡ് എന്ന് എഴുതി കാണിക്കുന്നത് കാണാം. ഇവിടെ കാണാം GSTR 1, 2B, 2A ഒക്കെ കാണാം. തൊട്ടിപ്പുറത്തായിട്ട് GSTR 3B ഇവിടെ വിസിബിൾ ആണ്. ഇവിടെ കണ്ടല്ലോ അല്ലെ? ലാസ്റ്റ് ഡ്യൂ ഡേറ്റ് വരുന്നത് ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ് ലാസ്റ്റ് ഡ്യൂ ഡേറ്റ് വരുന്നത്. സോ നമുക്ക് GSTR 3B ഓപ്പൺ ചെയ്ത് നോക്കാം. പ്രിപ്പയർ ഓൺലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. GSTR 3B ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാം GSTR 3B 1 ഫയൽഡ് ആണ്. അതിന്റെ സ്റ്റാറ്റസ് സമ്മറി വന്നിട്ടുണ്ട്. 2B ഇവിടെ കാണാം നോട്ട് ജനറേറ്റഡ് എന്നാണ്. 2B കാര്യങ്ങളൊന്നും ജനറേറ്റ് ആയിട്ടില്ല. അതെന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ക്ലോസ് ചെയ്യാം. ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ GSTR 3B ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്കറിയാം GSTR 3B എത്ര ടേബിൾസ് ആണുള്ളത്? GSTR 3B എത്ര ടേബിൾസ് ഉണ്ട്? GSTR 3B എത്ര ടേബിൾസ് ആണുള്ളത്? ഞാൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു. ഓക്കെ, നോക്കാം. GSTR 3B 9 അല്ല, GSTR 3B 6 ടേബിൾസ് ആണുള്ളത്. സോ GSTR 3B എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ പർപ്പസ് നമ്മള് GSTR 1 സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് കാണിച്ചത്. നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന സെയിൽസ് സ്റ്റേറ്റ്മെന്റ് കാണിച്ചു പോയി. GSTR 3B എന്താണ് പർപ്പസ് വരുന്നത്? നമ്മള് സെയിൽസ് നടത്തിയതിന്റെ ടാക്സിലെ ഔട്ട്പുട്ട് ടാക്സും കാര്യങ്ങളൊക്കെ ഗവൺമെന്റിലോട്ട് പേ ചെയ്യുന്നതാണ് GSTR 3B കൊണ്ടുള്ള പർപ്പസ്. ഗവൺമെന്റിലോട്ട് ടാക്സ് പേയ്മെന്റ് ആണ് GSTR 3B കൊണ്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്. അറിയാലോ അല്ലെ? GSTR 3B ടാക്സ് പേയ്മെന്റ് ഫോം ആണ്. സോ ഇതിൽ 6 ടേബിൾസ് ആണ് വരുന്നത്. GSTR 3Bക്കകത്ത് 6 ടേബിൾസ് വരുന്നുണ്ട്. ഇവിടെ കാണാം അല്ലെ? 6 ടേബിൾസ് ഇവിടെ കാണാം. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. എന്താണ് ഒന്നാമത്തെ ടേബിളിന്റെ പേര് വരുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ കാണാം 3.1. എന്താണ് വായിച്ചു നോക്കൂ? ടാക്സ് ഓൺ ഔട്ട്വാർഡ് ആൻഡ് റിവേഴ്സ് ചാർജ് ഇൻവാർഡ് സപ്ലൈസ്. എന്താ പറഞ്ഞ? ടാക്സ് ഓൺ ഔട്ട്വാർഡ്. എന്താണ് ഔട്ട്വാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നടത്തിയ സെയിൽസിലെ കസ്റ്റമേഴ്സിന് നടത്തിയ സെയിൽസ് ആണ് ഔട്ട്വാർഡ് എന്ന് പറയുന്നത്. ആൻഡ് റിവേഴ്സ് ചാർജ് ഇൻവാർഡ് സപ്ലൈ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിവേഴ്സ് ചാർജ് ഇൻവാർഡ് സപ്ലൈ പറഞ്ഞാൽ എന്താണ്? നമ്മൾ പർച്ചേസ് എന്തെങ്കിലും നടത്തുന്ന സമയത്ത് RCM വരുന്ന കേസ് ഉണ്ടാവില്ലേ? എല്ലാവർക്കും RCMന്റെ ലോജിക് ഒക്കെ അറിയാലോ. RCM വരുന്ന കേസ് ഉണ്ടാവും അല്ലെ? നമ്മൾ തന്നെ റെസിപ്പിയന്റ് തന്നെ ഗവൺമെന്റിലോട്ട് നേരിട്ട് ടാക്സ് അടക്കുന്നത്, അതാണ് RCM. അങ്ങനെയുള്ള RCM വരുന്ന കേസും നമ്മൾ നടത്തിയ സെയിൽസ് ഉണ്ടല്ലോ, ആ സെയിൽസും അതിന്റെ ഔട്ട്പുട്ട് ടാക്സ് ഒക്കെ ഏതിൽ വരും? ഈ ഒന്നാമത്തെ ടേബിളിൽ വരും. എവിടെ നിന്ന് വരും? നമ്മൾ ഫയൽ ചെയ്ത GSTR 1 ഇല്ലേ?
നമ്മൾ ഫയൽ ചെയ്ത GSTR1 അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി ഈ ടേബിളിൽ വരും. നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതെന്താണ്? GSTR3B എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതാണ് ഒന്നാമത്തെ ടേബിൾ എന്ന് പറയുന്നത്. സോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ GSTR3Bയിലെ 6 ടേബിളിൽ ഒന്നാമത്തെ ടേബിൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ മുകളിൽ കാണാം ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വാർഡ് സപ്ലൈ ആൻഡ് ഇൻവാർഡ് സപ്ലൈ ലേബിൾ ടു റിവേഴ്സ് ചാർജ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഒന്നാമത്തെ ടേബിൾ ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് ഇവിടെ വന്നത്. ഇവിടെ എന്ത് കാണാം? 1, 2, 3, 4, 5 റോ കാണാം. ഈ 5 റോയിലൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇവിടെ നമ്മുടെ GSTR1 കൊടുത്ത കാര്യങ്ങൾ, GSTR1 കൊടുത്ത ഡാറ്റ ഇവിടെ എന്താവും? ഓട്ടോമാറ്റിക്കലി ഫില്ലായി വരും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തെ വായിച്ചു നോക്കാം. ഔട്ട്വാർഡ് ടാക്സബിൾ സപ്ലൈസ് എന്താ ബ്രാക്കറ്റിൽ പറയുന്നത്? അതർ ദാൻ സീറോ റേറ്റഡ്, നിൽ റേറ്റഡ് ആൻഡ് എക്സംപ്റ്റഡ്. എന്താണ് ഔട്ട്വാർഡ് ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നടത്തിയ നോർമൽ സെയിൽസിനെയാണ് ഇത് പറയുന്നത് ഔട്ട്വാർഡ് ടാക്സബിൾ സപ്ലൈ. ഇപ്പൊ ഞാനൊരു മൊബൈൽ ഷോപ്പാണ് അല്ലെ, മൊബൈൽ ഷോപ്പിന്റെ ഒരു ഓണറാണ് ഞാന് സാധാ കസ്റ്റമേഴ്സിന് സെയിൽ നടത്തിയത് GSTR1 നമ്മൾ കാണിച്ചില്ലേ? B2B, B2C ഒക്കെ കാണിച്ചു. അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി എന്ത് വരും? ടാക്സബിൾ വാല്യൂ ആൻഡ് ടാക്സ് എമൗണ്ട് അതെന്ത് വരും? ഓട്ടോമാറ്റിക് ആയിട്ട് GSTR3Bയിലെ ഒന്നാമത്തെ ടേബിളായ ഇതിൽ വരും, ഒന്നാമത്തെ റോയിൽ വരും. ക്ലിയർ അല്ലേ? ഔട്ട്വാർഡ് ടാക്സബിൾ സപ്ലൈ ഇവിടെ കാണാം. അതർ ദാൻ സീറോ റേറ്റഡ്, നിൽ റേറ്റഡ് ആൻഡ് എക്സംപ്റ്റഡ്. ഇതല്ലാത്ത സാധാ സെയിൽസിന്റെ ടാക്സബിൾ വാല്യൂ ഇവിടെ വരും. പിന്നെ ടാക്സ് എമൗണ്ട്, സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, IGST ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് വരും. ക്ലിയർ അല്ലേ? ഓക്കെ. ഒന്നാമത്തെ റോയില് അങ്ങനെ വരും. രണ്ടാമത്തെ റോ എന്താണ്? ഔട്ട്വാർഡ് ടാക്സബിൾ സപ്ലൈ. ബ്രാക്കറ്റിൽ കാണാം സീറോ റേറ്റഡ്. എന്താണ് സീറോ റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നമ്മൾ പഠിച്ചിരുന്നു. സീറോ റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയോ, നോക്കട്ടെ. എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. സീറോ റേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സെയിൽസിന് സീറോ റേറ്റഡ് എന്ന് പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? എന്തിനെയാണ് സീറോ റേറ്റഡ് എന്ന് പറയാം? ഓക്കെ. സീറോ റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നടത്തുന്ന എക്സ്പോർട്ട് ഇല്ലേ? അതെ, എക്സ്പോർട്ട് ഓറിയന്റഡ്. എക്സ്പോർട്ടിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? സീറോ റേറ്റഡ്. അങ്ങനെ നമ്മൾ എക്സ്പോർട്ട് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ GSTR1 കാണിച്ചു. അതെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ റോയില് നമ്മുടെ നോർമൽ സെയിൽസ് വരും. രണ്ടാമത്തെ റോയിൽ എന്ത് വരും? നമ്മൾ എക്സ്പോർട്ട് വല്ലതും നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ GSTR1 കാണിച്ചു പോയത് ഇവിടെ എന്ത് വരും? ഓട്ടോമാറ്റിക്കലി വരും. അതാണ് സീറോ റേറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. രണ്ട് ടേബിൾ ക്ലിയർ ആണ്, രണ്ട് റോ ക്ലിയർ ആണ്. നമുക്ക് മൂന്നാമത്തെ നോക്കാം. സി എന്താ പറയുന്നത്? അതർ ഔട്ട്വാർഡ് സപ്ലൈ. എന്താണ് അതർ ഔട്ട്വാർഡ് സപ്ലൈ? എന്താ ഉദ്ദേശിക്കുന്നത്? നിൽ റേറ്റഡ്, എക്സംപ്റ്റഡ്. നമ്മൾ GSTR1 ഒരു ടേബിൾ ഉണ്ടായിരുന്നു അല്ലെ? എന്തൊക്കെ? നിൽ റേറ്റഡ്, എക്സംപ്റ്റഡ്, നോൺ GST. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് കാണിച്ച ഒരു ടേബിൾ ഉണ്ടായിരുന്നില്ലേ GSTR1? ഓർക്കുന്നില്ലേ? അതെന്ത് ചെയ്യും? അതിലെ നിൽ റേറ്റഡും എക്സംപ്റ്റഡും അങ്ങനത്തെ സെയിൽസ് നടത്തിയത് എന്ത് വരും? ഈ മൂന്നാമത്തെ റോയിൽ വരും. അപ്പൊ എന്തുവരും? നമ്മൾ നോൺ ജി എസ് ടി ഔട്ട്വാർഡ് സപ്ലൈ ഏതിൽ വരും? അഞ്ചാമത്തെ റോയിലും വരും. ക്ലിയർ അല്ലേ? നിൽ റേറ്റഡ്, എക്സംപ്റ്റഡ് ഒക്കെ ഓട്ടോമാറ്റിക് വരുന്ന റോ ആണ് ഇത്. നോൺ GST എവിടെ വരും? ലാസ്റ്റ് റോ ആയ അഞ്ചാമത്തെ റോയിൽ ഇവിടെ വരും. ക്ലിയർ ആണോ? ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ എന്ത് ചെയ്യണ്ട? ടൈപ്പ് ചെയ്യേണ്ട, മാനുവലി കാണിക്കേണ്ട ആവശ്യമില്ല.
ക്ലിയർ അല്ലേ? ഈ പറഞ്ഞ 4 റോ ക്ലിയർ അല്ലേ? ഈ നാലാമത്തെ റോ നമ്മൾ പറഞ്ഞിട്ടില്ല. ബാക്കി പറഞ്ഞ 4 റോ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ. സോ നാലാമത്തെ റോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ വായിച്ചു നോക്കൂ. ഇൻവേർഡ് സപ്ലൈ ലേബിൾ ടു റിവേഴ്സ് ചാർജ്. ഇൻവേർഡ് സപ്ലൈ ലേബിൾ ടു റിവേഴ്സ് ചാർജ്. നമുക്ക് പർച്ചേസ് ചെയ്ത സമയത്ത് ആർ സി എം ലേബിലിറ്റി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കാണിച്ചു പോകണം. നമ്മൾ ആർ സി എം ലേബിലിറ്റി എന്തെങ്കിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കാണിച്ചു പോവുക. ഇത് നമ്മൾ എന്ത് ചെയ്യണം? മാനുവലി കാണിച്ചു പോകണം. ക്ലിയർ അല്ലേ? ആർ സി എം നമ്മള് ഗവൺമെന്റിലോട്ട് നേരിട്ട് റെസിപ്പിയന്റ് ആയിട്ടുള്ള നമ്മൾ ഗവൺമെന്റിലോട്ട് നേരിട്ട് എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, ആർ സി എം വരുന്ന എന്തെങ്കിലും കേസ് നമ്മുടെ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് ഇവിടെ മാനുവലി അത് എത്രയാണോ എമൗണ്ട് വരുന്നത് അത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കാണിച്ചു പോവുക. ടാക്സബിൾ വാല്യൂ ആൻഡ് ടാക്സ് എമൗണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്രേ ഉള്ളൂ GSTR 3Bയിലെ ഒന്നാമത്തെ ടേബിളിനകത്ത് വരുന്നത്. ആഹ് 5 റോ നമ്മൾ പറഞ്ഞു. 5ഉം ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ക്ലിയർ എന്ന് പറയാം. ഏതെങ്കിലും പറയേണ്ടതായിട്ടുണ്ടോ? ഓക്കെ ആണോ? റെന്റ്, അതെ, നമ്മള് റെന്റ് പുതിയ അമെന്റ്മെന്റ് പ്രകാരം വന്ന റെന്റിലെ അത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ബിൽഡിങ് വാടകക്ക് തരുന്ന ആള്, അയാള് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? നമുക്ക് ആർ സി എം ലയബിലിറ്റി വരും. നമ്മൾ ഗവൺമെന്റിലോട്ട് ഡയറക്റ്റ് അടിക്കണം. 18% GST അപ്ലിക്കബിൾ വരും. ഓക്കെ അല്ലേ? അതെന്ത് ചെയ്യുക? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് ഇവിടെ ഒന്ന് കാണിക്കുക. റെന്റ് എമൗണ്ട്, ടാക്സ് എമൗണ്ട്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണ് അല്ലേ? ഒന്നാമത്തെ ടേബിൾ എല്ലാവർക്കും ഓക്കെ ആണ്. സോ ഇവിടെ ഡാറ്റ ഫില്ല് ചെയ്യുക. ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. ആർ സി എം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്യുക. കൺഫേം അടിച്ച് പോയാൽ മതി. അടിയിൽ നമുക്ക് കാണാം കൺഫേം ഉണ്ട്. കൺഫേം അടിച്ച് പോയാൽ മതി. ഓക്കെ. ഒരു മിനിറ്റ്, ഒന്ന് ലോഗ് ഔട്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ ടേബിൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഇനി നമുക്ക് രണ്ടാമത്തെ ടേബിളിലോട്ട് പോവാം. ഓക്കെ, രണ്ടാമത്തെ ടേബിൾ ആണ്. ഇവിടെ കാണാം 3.1.1. എന്താണ്? സപ്ലൈസ് നോട്ടിഫൈഡ് അണ്ടർ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 ഓഫ് ദി CGST Act 2017. നമ്മൾ GSTR 1 ലാസ്റ്റ് കണ്ട ടേബിൾ പറഞ്ഞിരുന്നു അല്ലെ? എന്തായിരുന്നു? ECOന്റെ കേസ് വരുന്നത്, ഈ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിന്റെ കേസ് വരുന്നത് പറഞ്ഞില്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട ടേബിളാണ് ഇത്. GSTR 3Bയിലെ രണ്ടാമത്തെ ടേബിള്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതിനകത്ത് എന്താണ് പറയുന്നത് എന്നുള്ളത്. സോ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 2 റോ കാണാം അല്ലെ? ഇവിടെ എന്ത് കാണാം? 2 റോ വിസിബിൾ ആണ്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. എന്താണ് ഒന്നാമത്തെ റോക്കകത്ത് പറയുന്നത്? ടാക്സബിൾ സപ്ലൈസ് ഓൺ വിച്ച് ഇലക്ട്രോണിക് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ പേ ടാക്സ് അണ്ടർ സെക്ഷൻ 9(5). എന്താണ് 9(5)ല് പറയുന്ന കേസ്? നമ്മൾ പറഞ്ഞിരുന്നു
9(5)-നകത്ത് സെക്ഷൻ 9(5)-നകത്ത് 5 കേസ് വരുന്നുണ്ട് അല്ലെ. 5 കേസ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഏതൊക്കെയാണ് 5 കേസ്? നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്, അതുപോലെ ഒമിനി ബസ്, അക്കോമഡേഷൻ, ഹോട്ടൽ, റെസ്റ്റോറന്റ് സർവീസ് അല്ലെ. അങ്ങനെ നമ്മൾ 5 കേസ് ടോട്ടൽ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ ഒന്നാമത്തെ റോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 9(5)-നകത്ത് പറയുന്ന 5 ECO ഉണ്ടല്ലോ, 5 ECO അവർക്ക് കാണിക്കാനുള്ളതാണ് എന്ത് ഒന്നാമത്തെ റോ എന്ന് പറയുന്നത്. അതായത് അവർക്ക് നമ്മളെ സപ്ലയർ മുഖേന എത്ര സെയിൽ നടന്നു അതെന്ത് ചെയ്യുക, ഇവിടെ കാണിക്കുക. അതിന്റെ ടാക്സ് എമൗണ്ട് എന്താണോ അത് ഇവിടെ കാണിക്കുക. ക്ലിയർ അല്ലേ? ECO 9(5)-നകത്ത് വരുന്ന 5 കേസിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ അല്ലെ, സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ എന്ത് ചെയ്യും, റെസ്റ്റോറന്റ് വഴി നടത്തില്ലേ, സെയിൽ നടത്തും. റെസ്റ്റോറന്റ് വഴി ഫുഡ് സപ്ലൈ ചെയ്യും. ഇപ്പൊ എന്ത് ചെയ്യും ഇവര് ECO, അതായത് സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഒന്നാമത്തെ റോക്കകത്ത് വന്ന് എന്ത് ചെയ്യണം, ഇവിടെ കാണിക്കും റെസ്റ്റോറന്റ് വഴി ഇത്ര സപ്ലൈ നടന്നു, അങ്ങനെ കാണിക്കുക. ഈ സ്വിഗ്ഗി എന്ന് പറയുന്ന ECOന്റെ അവർക്ക് ടോട്ടൽ നടന്ന സെയിലല്ല ഇവിടെ കാണിക്കേണ്ടത്, അവരുടെ സപ്ലയർ മുഖേന ഇപ്പൊ റെസ്റ്റോറന്റ് വഴി മുഖേന അവർക്ക് എത്ര സെയിൽ നടന്നു അത് ഇവിടെ കാണിച്ചു പോവാം. ക്ലിയർ ആണോ? പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ഒന്നാമത്തെ റോ എന്ന് പറയുന്നത് 9(5)-നകത്ത് പറയുന്ന 5 കേസ്, അതിൽ വരുന്ന ECO അവർക്ക് കാണിക്കാനുള്ള ടേബിളാണ് ഒന്നാമത്തെ ടേബിള്. എന്നാൽ രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ ടേബിൾ എന്താ പറയുന്നത്? രണ്ടാമത്തെ റോയില് ടാക്സബിൾ സപ്ലൈസ് മെയ്ഡ് ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ, ടാക്സബിൾ സപ്ലൈസ് മെയ്ഡ് ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ ത്രൂ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. എന്താ പറയുന്നത്? ഫോർ എക്സാമ്പിൾ സപ്ലയർ അല്ലെ, നമ്മുടെ സപ്ലയർ ആരാ? റെസ്റ്റോറന്റ് സ്വിഗ്ഗി വഴി എത്ര സെയിൽ നടത്തി, ഫുഡ് എത്ര സപ്ലൈ ചെയ്തു, അങ്ങനെ. ഇപ്പോ ഹോട്ടൽ ഉടമസ്ഥനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ, ഇപ്പോ ഓയോ മേക്ക് മൈ ട്രിപ്പ് വഴിയൊക്കെ അവര് വഴി എത്ര സെയിൽ നടത്തി അതിവിടെ കാണിച്ചു പോവാം. ക്ലിയർ അല്ലേ? ഇവിടെ കണ്ടോ, ഇവിടെ ടാക്സബിൾ വാല്യൂ മാത്രം കാണിക്കാനുള്ള കോളേ ഉള്ളൂ. ഇവിടെ എന്തില്ല, ടാക്സ് എമൗണ്ട് കാണിക്കാനുള്ള കോളല്ല. കാരണം എന്താ, ECO 9(5) പ്രകാരം വരുന്ന കേസാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ടാക്സ് ഗവൺമെന്റിലോട്ട് അടക്കുന്നത് ആരാണ്? ECO ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്തില്ല, റെസ്റ്റോറന്റ് ഉടമസ്ഥന് ഇവിടെ ടാക്സബിൾ വാല്യൂ മാത്രം കാണിച്ചു പോയാൽ മതി, അയാൾക്ക് ടാക്സ് ലയബിലിറ്റി വരുന്നില്ല. ക്ലിയർ അല്ലേ? ടേബിളിനകത്ത് 2 റോ പറഞ്ഞു. ഒന്നാമത്തെ റോ പറഞ്ഞത് എന്താണ്, 9(5)-നകത്ത് വരുന്ന സ്വിഗ്ഗി ആവട്ടെ, സൊമാറ്റോ ആവട്ടെ, ഓയോ ആവട്ടെ, മേക്ക് മൈ ട്രിപ്പ് ആവട്ടെ, ഹൗസ് കീപ്പിംഗ് സർവീസ് അവരുണ്ടാവില്ലേ, അങ്ങനെ ഉള്ള ECO അവർക്ക് കാണിക്കാനുള്ളതാണ് ഒന്നാമത്തെ റോ. രണ്ടാമത്തെ റോ എന്ന് പറയുന്നത് സപ്ലയർ ആയിട്ടുള്ള രജിസ്റ്റേർഡ് പേഴ്സൺ കാണിക്കാനുള്ളതാണ് രണ്ടാമത്തെ റോ. ക്ലിയർ ആണോ? ECOന്റെ ടേബിൾ ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആണ്? ഓക്കെ ആണല്ലേ? ഓക്കെ. അങ്ങനെ എന്ത് ചെയ്യുക, ഇവിടെ ഡാറ്റ ഫില്ല് ആയതിനു ശേഷം ഇവിടെ എന്ത് ചെയ്യുക, കൺഫേം അടിച്ചു പോവുക. ഇപ്പൊ എന്ത് ചെയ്യും, നമുക്ക് അടുത്ത ടാബിള് ഇവിടെ കാണാം. സോ 6 ടേബിളിലെ 2 ടേബിള് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം, മൂന്നാമത്തെ ടേബിൾ നോക്കാം. മൂന്നാമത്തെ ടേബിളിന്റെ പേരെന്താ? 3.2. എന്താണ്? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് അല്ലെ. അവിടെ മൗസ് കീ വെക്കുന്ന സമയത്ത് നമുക്ക് മുകളിൽ കാണാം. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ബ്ലാക്കിൽ കാണുന്നത് എന്താ അവിടെ കാണുന്നത്? ഡീറ്റെയിൽസ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസ് മെയ്ഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺസ്, കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺസ് ആൻഡ് UIN ഹോൾഡേഴ്സ്. അവിടെ കാണാം
നമുക്ക് ഈ ടേബിളിന് കോമൺ ആയിട്ട് എന്ത് പേര് വിളിക്കാം? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് കാണും. എന്നാൽ ഈ ടേബിളിനകത്ത് കാണിക്കേണ്ടത് ഒരു തെറ്റിദ്ധാരണ വരരുത്. ഇതിനകത്ത് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടത്തിയത് മാത്രം കാണിക്കാനുള്ള ഒരു ടേബിൾ ആണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരരുത്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാവിധ സെയിൽസും നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്, ഒന്നാമത്തെ ടേബിളിൽ വന്നിട്ടുണ്ട്. ഇൻട്രാ സപ്ലൈ ആയിക്കോട്ടെ, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിക്കോട്ടെ, ഏത് സപ്ലൈ ആണെന്നുണ്ടെങ്കിലും ഒന്നാമത്തെ ടേബിളിൽ ഇവിടെ കണ്ടല്ലോ, ടാക്സ് ഓൺ ഔട്ട്വാർഡ്, എല്ലാ ഔട്ട്വാർഡ് സപ്ലൈയും ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതെന്തിനാ ഈ ടേബിൾ എന്തിനാ? ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ 3 തരത്തിലുള്ള, അതായത് മെയ്ഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആൻഡ് കോമ്പോസിഷൻ ആൻഡ് UIN ഹോൾഡേഴ്സ്, ഇങ്ങനത്തെ സെയിൽസ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ 3ാമത്തെ ടേബിളിൽ ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കുക. എന്തിനു വേണ്ടി? ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടി മാത്രം കാണിക്കുക. ക്ലിയർ അല്ലേ? അല്ലാതെ ഇന്റർ സ്റ്റേറ്റ് സെയിൽ മാത്രമെന്ന് ഇതിൽ കാണിക്കല്ല. ക്ലിയർ ആണോ? ഇന്റർ സ്റ്റേറ്റ് സെയിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ ഇൻക്ലൂഡ് ആണ്. ഇവിടെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്നുകൂടെ എടുത്ത് കാണിക്കുക, അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഞാൻ ടേബിൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും. ഇവിടെ ടേബിൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ കാണാം അല്ലെ, സപ്ലൈസ് മെയ്ഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഇതിൽ കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ സെയിൽ നടത്തിയത് ആർക്കാ? ഇന്റർ സ്റ്റേറ്റ് അല്ലെ, അന്യ സംസ്ഥാനത്തിലോട്ട് നമ്മൾ സെയിൽ നടത്തി. തമിഴ്നാട്ടിലൊരു സെയിൽ നടത്തി. അത് ആർക്ക് സെയിൽ നടത്തിയത്? മെയ്ഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺസ്. രജിസ്ട്രേഷൻ എടുക്കാത്ത ഒരു സാധാ കസ്റ്റമർക്ക് അങ്ങനെ ഒരു സെയിൽ നടത്തി കഴിഞ്ഞാൽ അത് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുക. ഇവിടെ ഉണ്ട് സെലക്ട് പ്ലേസ് ഓഫ് സപ്ലൈ ഉണ്ട്. ഏത് സ്റ്റേറ്റിലോട്ടാണോ നമ്മൾ നടത്തിയത് അത് ഇവിടെ കാണിക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ കർണാടക കൊടുത്തു, ഇവിടെ കാണിക്കാം. ടാക്സിബിൾ വാല്യൂ എത്രയെന്ന് കാണിക്കാം. ക്ലിയർ അല്ലേ? ടാക്സിബിൾ വാല്യൂ കാണിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ഇവിടെ ടാക്സ് എമൗണ്ടും കാണിക്കുക, അത്രേ ഉള്ളൂ. ക്ലിയർ? അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം സപ്ലൈസ് മെയ്ഡ് ടു കോമ്പോസിഷൻ ടാക്സ് പേഴ്സൺസ്. അതായത് ഇപ്പൊ തമിഴ്നാട്ടിലുള്ള ഒരു കോമ്പോസിഷൻ എടുത്തൊരു വ്യക്തിയാണ്, അയാൾക്കാണ് നമ്മൾ സെയിൽ നടത്തിയത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ കാണാം ആഡ് പ്ലസ് ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്ത് ചെയ്തു? അത് ഓപ്പൺ ആയി വന്നു. ക്ലിയർ അല്ലേ? ഇവിടെ എന്ത് ചെയ്യുക? പ്ലേസ് ഓഫ് സപ്ലൈ സെലക്ട് ചെയ്ത് കൊടുക്കുക. എവിടെ വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, ടാക്സിബിൾ വാല്യൂ അടിക്കുക, ടാക്സ് എമൗണ്ട് അടിക്കുക, അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? നമ്മൾ എന്ത് പറഞ്ഞു? ഇന്റർ സ്റ്റേറ്റ്, അതായത് ഇപ്പൊ തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട്, കർണാടകയാണെങ്കിൽ കർണാടക, ഏത് സ്റ്റേറ്റും ആയിക്കോട്ടെ, അവിടെയുള്ള അൺരജിസ്റ്റേർഡ് പേഴ്സൺസിനെ അങ്ങനെ സെയിൽ നടത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ കാണിച്ചു പോവുക, ആഡ് അടിക്കുക. അങ്ങനത്തെ സെയിൽസ് വീണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് അടിച്ച് അങ്ങനെ കാണിച്ചു പോവുക. അതേപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള കോമ്പോസിഷൻ ഡീലർക്ക് നമ്മളൊരു സെയിൽ നടത്തി, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ അങ്ങനെ കാണിച്ചു പോവുക. അതുപോലത്തെ കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സിന് നമ്മൾ വീണ്ടും സെയിൽ നടത്തിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് അടിച്ച് അങ്ങനെ കാണിച്ചു പോവാം. ക്ലിയർ? പിന്നെ ഒന്നുകൂടെ ഉണ്ട്, ഇവിടെ കാണാം സപ്ലൈസ് മെയ്ഡ് ടു UIN ഹോൾഡേഴ്സ്. എന്താ UIN എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നാണ് UIN കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് എന്തുണ്ട്? കേരളത്തിൽ എനിക്ക് 3 ബ്രാഞ്ച് ഉണ്ട്. ഇന്ത്യയിൽ 3 ബ്രാഞ്ച് ഉണ്ട്. ശ്രദ്ധിക്കുക, UIN എന്താന്നാ പറയുന്നത്. എനിക്ക് ഇന്ത്യയിൽ 3 ബ്രാഞ്ച് ഉണ്ട്. എന്റെ ബിസിനസ് 3 ബ്രാഞ്ച് ഉണ്ട്. അതിന്റെ ഹെഡ് ഓഫീസ് എവിടെ വരുന്നത്? കേരളത്തിലെ വരുന്നത്. ഹെഡ് ഓഫീസ് കേരളത്തിൽ വരുന്നു. ബാക്കി 2 ബ്രാഞ്ച് എന്തുണ്ട്? ഒന്ന് തമിഴ്നാട്ടിലുണ്ട്, ഒന്ന് കർണാടകയിലും ഉണ്ട്. ടോട്ടൽ എന്തുണ്ട്? 3 ബ്രാഞ്ച് ഉണ്ട്. ഹെഡ് ഓഫീസ് കേരളത്തിൽ വരുന്നു. ഈ 3 ബ്രാഞ്ചിനും കോമൺ ആയി ബാധിക്കുന്ന ഒരു എക്സ്പെൻസ് എനിക്ക് വന്നു. ഈ 3 ബ്രാഞ്ചിനും കോമൺ ആയി ബാധിക്കുന്ന ഒരു എക്സ്പെൻസ് എനിക്ക് വന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ഒക്കെ വരില്ലേ? പരസ്യം ചെയ്യാൻ എക്സ്പെൻസ് വന്നു. അപ്പൊ എന്ത് ചെയ്തു? ഹെഡ് ഓഫീസിന് മാത്രമല്ല ബാക്കിയുള്ള ബ്രാഞ്ചിനും എന്ത് വേണം? ഈ പരസ്യം ചെയ്യണം അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന എക്സ്പെൻസ് ആവുമ്പോ എന്ത് ചെയ്യും? 3 ബ്രാഞ്ചും കൂടെ കൂടിയിട്ടായിരിക്കും ആ എക്സ്പെൻസ് നിറവേറ്റുക അല്ലെ? 3 ബ്രാഞ്ചും കൂടെ കൂടിയിട്ട് ആ എക്സ്പെൻസ് എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ എക്സ്പെൻസിനും അഡ്വർടൈസ്മെന്റിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫണ്ട് കൊടുക്കും. ആ ഫണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇൻപുട്ട് ടാക്സ് ഉണ്ടാവൂലേ? GST കൊടുക്കൂലേ? ഈ GST കൊടുക്കുന്നത് നമുക്ക് 3 പേർക്കും ഒരുപോലെ ക്ലെയിം കിട്ടണ്ടേ? ITC ഇൻപുട്ട് ടാക്സ് ക്ലെയിം കിട്ടണ്ടേ?
അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ ITC ക്ലെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടാ, നമ്മുടെ ഹെഡ് ഓഫീസ് ഇല്ലേ, കേരളത്തിലുള്ള എന്റെ ഹെഡ് ഓഫീസ് ഒരു ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ സപ്ലൈ മെയ്ഡ് ടു UIN ഹോൾഡേഴ്സ് ആണ് പറഞ്ഞത്. UIN എന്തായിരുന്നു? യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ അല്ലേ? ഓക്കെ, ഞാൻ വേറൊരു സംഭവം പറഞ്ഞുതരാം. UIN ഹോൾഡേഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ പുറത്തുള്ള കൺട്രീസിന്റെ എംബസീസ് ഒക്കെ എന്തുണ്ടാവും? നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവും അല്ലേ? പുറത്തുള്ള കൺട്രീസിന്റെ എംബസി ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവും. അവർക്ക് എന്ത് ചെയ്യും? ഓക്കെ, അവര് നമുക്ക് എന്തെങ്കിലും സെയിലൊക്കെ നടത്തി കഴിഞ്ഞാല്, അവരെന്തെങ്കിലും സർവീസൊക്കെ നമുക്ക് പ്രൊവൈഡ്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാല്, അവര് നടത്തുന്ന സെയിൽ എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അവര് നടത്തുന്ന, നമുക്ക് നടത്തുന്ന സെയിൽ എക്സംപ്റ്റഡ് ആണ്. അങ്ങനെ വരുമ്പോ അവർക്ക് എന്തെങ്കിലും ഇൻപുട്ട് ടാക്സ് ഒക്കെ വന്നിട്ടുണ്ടാവില്ലേ? അവർക്ക് വന്ന ഇൻപുട്ട് ടാക്സ് ഒക്കെ ക്ലെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ, അവര് നമ്മുടെ നാട്ടിലെ ആൾക്കാരല്ലോ, എംബസി പുറത്തുള്ള കൺട്രീസിന്റെ എംബസീസ് അല്ലേ? അപ്പൊ അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്ലെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്രത്യേക നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറാണ് എന്ത്? UIN, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഇവരൊക്കെ യുണീക്ക് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലേ? അല്ലെ? നമ്മുടെ പുറത്തുനിന്നുള്ള രാജ്യത്തിന്റെ എംബസീസ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് ഇൻപുട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ടാക്സ് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേകം ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ഐഡിയ ആണ് എന്ത്? യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ. അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും സെയിൽ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും സെയിൽ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാ? ഇവിടെ വന്ന് കാണിച്ചു പോവാ. ക്ലിയർ അല്ലേ? അതാണ് ഈ മൂന്നാമത്തെ ടേബിളിൽ വരുന്ന 3 കേസ്. എന്താവണം? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആർക്കൊക്കെ ആവാം? അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആവാം, കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആവാം, സപ്ലൈ മെയ്ഡ് ടു UIN ഹോൾഡേഴ്സ് ആവാം. ക്ലിയർ ആണോ? ഈ പറഞ്ഞ 3 ക്ലിയർ ആണോ? പ്രേമനാഥ് ചോദിക്കുന്നു, അത് കോമ്പോസിഷൻ ടാക്സ് പെയർ ആണോ എന്ന് അറിയാൻ പറ്റുമോ? അത് അങ്ങനെ അറിയാന് ഒരു മാർഗമില്ല. അവര് വന്ന് പർച്ചേസ് ചെയ്യണ സമയത്ത് എന്ത് ചെയ്യാം? പറയുകയാണെന്നുണ്ടെങ്കിൽ, കോമ്പോസിഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിച്ചു പോവാം. അത്രേ വരുന്നുള്ളൂ. ക്ലിയർ അല്ലേ? അവര് പർച്ചേസ് ചെയ്യാൻ വരുന്ന സമയത്ത്, നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ കോമ്പോസിഷൻ ആണ് അവര് നമ്മളിങ്ങനെ അറിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കാണിച്ചു പോവാം. ഇതിൽ വന്ന് കാണിച്ചാൽ മതി. ക്ലിയർ? ഈ പറഞ്ഞ 3 പോയിന്റ് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത് ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഷോക്ക് വേണ്ടി മാത്രം ഒന്ന് എടുത്തു കാണിക്കാനുള്ള ഒരു ടേബിൾ മാത്രമാണ് മൂന്നാമത്തെ ടേബിൾ എന്ന് പറയുന്നത്. അല്ലാതെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഒന്നാമത്തെ ടേബിളിൽ, നമ്മൾ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ ടേബിളിൽ കാണിക്കാതെ ഇവിടെ മാത്രം അങ്ങനെ കാണിച്ചു പോകില്ല. അവിടെയും കാണിക്കാം, അവിടെ വരും, ഇവിടെ വരും. ക്ലിയർ? മൂന്നാമത്തെ ടേബിൾ ക്ലിയർ ആണോ? ജസ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ. സോ നമുക്ക് ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നാലാമത്തെ ടേബിളൊക്കെ ITC ക്ലെയിമുമായി ബന്ധപ്പെട്ട ടേബിളാണ്. അത്
കുറച്ചധികം നേരം പറയാൻ വരുന്നുണ്ട്. സോ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരത്തുണ്ടാവില്ല. പിന്നെ അതിന്റെ ഇന്ന് കുറച്ചെടുത്ത് ബാക്കി നാളെ എടുത്തു കഴിഞ്ഞാല് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. സോ നമുക്കത് നാളെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഈ പറഞ്ഞ 3 ടേബിൾ എല്ലാവർക്കും ക്ലിയർ ആണ്. ജസ്റ്റ് റെക്കോർഡ് വീഡിയോ വിടാം. അത് ജസ്റ്റ് എല്ലാവരും കൂടെ ഒന്നുകൂടെ കണ്ടുപോവാം. ഓക്കെ അല്ലേ? സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്.